കോഴിക്കോട് ജില്ലയിൽ ഇന്ന് LDF ഹർത്താൽ. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാഷയെ ലക്ഷ്യമിട്ട് ബോംബെറിഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. പുലർച്ചെ 1:30യോടെയാണ് ഓഫീസിന് നേരെ ബോംബേറുണ്ടായത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഇവിടെ AKG ഹാളിൻ്റെ പിറകിലുള്ള ആ റോഡിൽ നിന്നുള്ള ചെറിയ വഴിയിലൂടെ ആഫീസ് കോമ്പൗണ്ടിലേക്ക് കടന്നു വന്ന് ആഫീസിന് നേരെ ലക്ഷ്യം വെച്ച് ഉഗ്രശേഷിയുള്ള ബോംബാണ് എറിഞ്ഞിട്ടുള്ളത്. വൻ ശബ്ദത്തോടു കൂടിയാണ് പൊട്ടി തെറിച്ചിട്ടുള്ളത്. ഇവിടെ ആ സമയത്താണ് ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിൻ്റെ വരാന്തയിലേക്ക് കയറുമ്പോഴാണ് മുറ്റത്ത് ഈ ബോംബറുണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ KV ബൈജു ചേരുന്നു കോഴിക്കോട് നിന്നും. ബൈജു, എപ്പോഴായിരുന്നു സംഭവം? ഒപ്പം തന്നെ ജില്ലയിൽ ഇന്ന് 2 ഹർത്താലുകളാണുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രമ്യശ്രീ, പുലർച്ചെ 1:30യോടെ CH കണാരൻ സ്മാരക മന്ദിരത്തിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ CH സ്മാരക കണാരൻ മന്ദിരത്തിന് നേരെയാണ് ഉഗ്രശേഷിയുള്ള 2 ബോംബുകൾ എറിഞ്ഞത്. ഇതിൽ ഒരു ബോംബ് പൊട്ടുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ജില്ലാ സെക്രട്ടറിയായ P. മോഹനൻ മാസ്റ്റർ ഓഫീസിനകത്തേക്ക് കയറുന്ന സമയത്താണ് ഇങ്ങനൊരു ബോംബാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ P. മോഹനൻ മാസ്റ്ററെ അഭയപ്പെടുത്താനാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് നമ്മോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ അറിയിച്ചത്. ഫറൂഖ് ഏരിയ കമ്മിറ്റി ഓഫീസിലെ അക്രമം അറിഞ്ഞ് തിരിച്ചെത്തിയ P. മോഹൻ മാസ്റ്ററെ പിന്തുടർന്ന സംഘം CH കണാരൻ മന്ദിരത്തിന് നേരെ ബോംബെറിയുകയായിരുന്നു എന്നാണ് P. മോഹൻ മാസ്റ്റർ അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാൽ, പത്രം, ആശുപത്രി എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയതായും CPM പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവത്തിന് പിന്നിൽ RSS ആണെന്നും CPM ആരോപിക്കുന്നു. ഇതിനിടയിൽ തന്നെ വടകരയിലെ RSS കാര്യാലയത്തിന് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് വടകര, കൊയിലാണ്ടി, ഫറൂഖ്, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ സംഘപരിവാർ സംഘടനകളുടെ ഹർത്താലും ഇന്ന് നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഉണ്ടായ ബോംബാക്രമണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 1:30യോടെയായിരുന്നു സംഭവം. P. മോഹനൻ മാസ്റ്റർ ഓഫീസിനകത്ത് കയറുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ ഒരു ബോംബേർ ഉണ്ടായത്. 2 ബോംബിൽ ഒരു ബോംബ് ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടുകയായിരുന്നെന്നാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ബോംബ് സ്ക്വാഡ് എത്തി ഒരു ബോംബ് നിർവീര്യമാക്കുകയും അത് ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 6 അംഗ സംഘമാണ് ബോംബേറിന് പിന്നിലെന്നും CPM ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നു. രമ്യശ്രീ. ബൈജു, RSS പ്രവർത്തകരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലെന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ? രമ്യശ്രീ, ഈ കാര്യത്തിൽ CPIM ജില്ലാ കമ്മിറ്റി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഡൽഹിയിലെ യെച്ചൂരിക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് സമാധാനപരമായി കോഴിക്കോട് ജില്ലയിൽ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇതിന് നേരെ അക്രമം ഉണ്ടായിരുന്നു. ഇതിന് തുടർച്ചയാണ് P. മോഹനൻ മാസ്റ്ററെ വധിക്കാൻ വേണ്ടി മുൻകൂട്ടി ഇങ്ങനെ ഒരു ആസൂത്രണമായ ഒരു സംഭവം നടന്നതെന്നാണ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അറിയിക്കുന്നത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഔദ്യോഗികമായ പോലീസിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റൂ. എന്നാൽ CPIM ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നത് RSS പ്രവർത്തകർ തന്നെയാണ്. 6 പേരുണ്ടായിരുന്നുവെന്നും ഇവരെ പിന്തുടർന്നെങ്കിലും ഇവരെ പിടികൂടാൻ ഇവർക്ക് പറ്റിയിട്ടില്ലെന്നുമാണ് നമ്മുടെ CPIM പ്രവർത്തകർ ഇപ്പോൾ അല്പസമയം മുമ്പ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നമ്മളോട് പറയുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ RSS ആണ് സംഭവത്തിന് പിന്നിലെന്ന് ഇപ്പോൾ CPIM ആരോപിക്കുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നിരവധി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായി നടത്തണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. രമ്യശ്രീ. ബൈജു, വിഷയത്തിൽ RSSന്റെയോ BJPയുടെയോ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
രമ്യശ്രീ, ഇതുവരെയായും BJP RSS കേന്ദ്രങ്ങളിൽ നിന്നോ ഇത്തരത്തിലൊരു വിശദീകരണം ഇതിന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇതിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ഇന്ന് 2 ദിവസങ്ങളിലായി ജില്ലയിൽ BJP CPIM ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പന്തീരങ്കാവ് അതുപോലെ തന്നെ ബേപ്പൂർ മേഖലകളിൽ CPIM ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. വടകരയിൽ RSS കാര്യാലയത്തിന് നേരെ ആക്രമണമുണ്ടായി. നിരവധി സ്ഥലങ്ങളിൽ പാർട്ടി ഓഫീസുകൾക്ക് നേരെ ബോംബേറും അതുപോലെ തന്നെ ആക്രമണവും അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ CPIM RSS BJP എന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇരു പാർട്ടി ഓഫീസുകൾക്ക് നേരെയും വ്യാപക ആക്രമണം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ പലയിടങ്ങളിലും ഹർത്താലായിരുന്നു. ഇന്ന് സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ഇടങ്ങളിൽ ഹർത്താൽ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ഉണ്ടെന്ന ഇടതുമുന്നണിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളെ ഏറെ ദുരിതത്തിലായിട്ടും പെട്ടെന്നുള്ള ഒരു ഹർത്താലാണ്, ജില്ലാ ഹർത്താലാണ്. നഗരത്തിലെത്തുന്നവരെ അത് ഏത് രീതിയിൽ ബാധിക്കുന്ന അല്പസമയത്തിനകം നമുക്ക് കണ്ടറിയേണ്ടി വരും. രമ്യശ്രീ, ബൈജു, പ്രതികളെ സംബന്ധിച്ച് ബൈജു നേരത്തെ സൂചിപ്പിച്ചു പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചു എന്ന്. പ്രതികളെ സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ആരാണ് ഇതിന് പിറകിലെന്ന് പോലീസിന് ഒരു വ്യക്തതയുണ്ടോ? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? രമ്യശ്രീ, പോലീസ് ഡോഗ് സ്ക്വാഡ് ഇപ്പോൾ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. CPIM ജില്ലാ സെക്രട്ടറി P മോഹനെ അല്പസമയം മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു 6 അംഗ സംഘം ഇവരെ നിരവധി പാർട്ടി പ്രവർത്തകർ ഈ സമയത്ത് ഈ ഓഫീസിനകത്തുണ്ടായിരുന്നു. തലനാരിഴക്കാണ് P മോഹനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും രക്ഷപ്പെട്ടതെന്നാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞതായും പാർട്ടി പ്രവർത്തകർ തിരിച്ചറിഞ്ഞതായും ഇവരെ പിന്തുടർന്നതായും എന്നാൽ ഇവരെ പിടികൂടാനായില്ലെന്നുമാണ് നമ്മോട് നൽകുന്ന വിശദീകരണം. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയായും നമുക്കൊരു വിശദീകരണം നൽകിയിട്ടില്ല. പോലീസ് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബ് പൊട്ടാതെ വരുന്ന ഒരു ബോംബ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. വൻ പോലീസ് തന്നെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അല്പസമയത്തിനകം ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തും. പ്രവർത്തകർ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഇത് സംബന്ധിച്ച വിവരങ്ങൾ. ഇതിനിടയിൽ തന്നെ നിരവധി പ്രവർത്തകർ ഇപ്പോൾ ഓഫീസിനകത്ത് നമുക്ക് കാണാം. P മോഹനൻ മാസ്റ്ററും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉണ്ട്. രമ്യശ്രീ.